ഈ വീട് നീ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത രഹസ്യം ഞാൻ പറയാം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവക്ക് വേണ്ടി വാങ്ങിച്ചതാ. ചേട്ടൻ ആള് കൊള്ളാമല്ലോ. എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആളാരാ? അവൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ആളെങ്ങനെയുണ്ട്? അതെല്ലാം നീ തന്നെ കണ്ടിട്ട് തീരുമാനിക്കും. എവിടെ ചേട്ടൻ പറഞ്ഞ ആളെ കാണുന്നില്ലല്ലോ. നിനക്ക് വീടെല്ലാം ചുറ്റി കാണണ്ടേ? വീടൊക്കെ പിന്നെ കാണാം. ആദ്യം ആളെ കാണിച്ചോ. ആ മുറിയിലിരിപ്പുണ്ട്, പോയി നോക്കൂ. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആരെയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരേ ഒരു സമ്പാദ്യം എനിക്കുള്ളൂ, അത് നീയാണ്. ചേട്ടാ, നീ വിവാഹിതയായി ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടുമൊപ്പം സന്തോഷമായി ഇവിടെ കഴിയുന്നത് എനിക്ക് കണ്ണു നിറയെ കാണണം. ഈ കാണുന്ന കണ്ണാടിച്ചില്ലുകളിൽ നിങ്ങളുടെ പ്രതിബിംബങ്ങൾ മാത്രമേ പതിയാവൂ. ചേട്ടാ, വിക്രമ മുതലാളിയെ നേരിടാൻ ധൈര്യമുണ്ടായിരുന്ന ഒരേ ഒരാൾ ശ്രീധരനായിരുന്നു. അയാളുടെ കഥയും കഴിഞ്ഞു. നിർത്തണ്ട പട്ടികളെ. ആരടാ നീ? ശ്രീധരന്റെ മകൻ. ഇനിയും 4 എണ്ണം ബാക്കിയുണ്ട്. ആവശ്യമുള്ളവർ മുമ്പോട്ട് വരാം. നാണം കെട്ട പരീക്ഷകൾ. അവൻ വാൻ തട്ടിക്കൊണ്ടുപോയപ്പോ നീ എല്ലാം നോക്കി രസിക്കുകയായിരുന്നു. ശ്രീധരന്റെ മരണത്തിന് നമ്മളാണ് ഉത്തരവാദിയെന്ന് അവൻ എങ്ങനെയോ മണത്തറിഞ്ഞിരിക്കുന്നു. അച്ഛന്റെ മരണത്തെക്കാൾ ക്രൂരമായിരിക്കും മകന്റേത്. അവൻ തട്ടിക്കൊണ്ടുപോയ അതേ വാനിൽ തന്നെ അവന്റെ ശവം നമ്മുടെ ഗോഡൌണിലെത്തും. അത് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഗോഡൌണിൽ അവൻ ഇല്ലാതെയായി പോയി. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്.
അവരിൽ നിന്ന് തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടായേക്കും. ഉണ്ടാകണം. എന്റെ അച്ഛനെ കൊന്നവനോട് എനിക്ക് പകരം ചോദിക്കണം.
ഒരേ പാക്കറ്റിൽ 6 ഐസും. ശ്രീധരന്റെ മകൻ വിനോദ് കളിക്കുമ്പോൾ ചിലപ്പം ഉണ്ടായെന്ന് വരും. മാധവി, മാധവി, എന്താ? ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നാലോ എന്റെ മോള് പട്ടിണിയായി പോകും. വിശക്കുന്നു എന്ന് പറയാൻ പോലും. പരമുള്ള എങ്ങോട്ടാ പോയത്? എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് നോക്കാനാ. ഈ കിളവൻ ഇനി ആര് ജോലി കൊടുക്കാനാ? നീ എവിടെങ്കിലും ജോലിക്ക് പോകാൻ നോക്ക്. എനിക്ക് ജോലി തരാൻ ആരാ? ഇനി എത്ര പ്രാവശ്യം ഞാൻ വരണം ഡോക്ടർ? എത്ര പ്രാവശ്യം ഡോക്ടറെ കാണുന്നു അത്രയും ആരോഗ്യത്തിന് നല്ലത്. അപ്പം വന്നു തന്നെ ആകണമല്ലോ. ഞാൻ എപ്പോഴും ഈ ചേട്ടനോട് പറയുന്നുണ്ട് ശരീരം സൂക്ഷിക്കണമെന്ന്. എന്തെങ്കിലും ഒരു പരിക്കില്ലാത്ത ദിവസമുണ്ടോ? ഡോക്ടറാണെന്ന് പറഞ്ഞ് വലിയ പോസ് ഒന്നും കാണിക്കില്ല. എന്റെ ഓർമ്മയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 2ാമത്തെ മുറിവാണ്. ആ അല്ല, എന്തെങ്കിലും ചില്ലറ മുറിവുണ്ടെങ്കിൽ അത് ഭേദമാക്കാൻ ചിരിച്ചേ. ഈ ചിരി എന്ന് പറയുന്ന മരുന്നുണ്ടല്ലോ. വിശേഷം ഒന്നും പറയണ്ട. ആ നോക്കട്ടെ, എവിടെയെങ്കിലും വല്ല മുറിവോ വല്ല ഉണ്ടോ? ഇക്കിളിയാവുന്നു പെണ്ണെ. കൊച്ചു കുഞ്ഞൊന്നും ആവണ്ട. ആ അയ്യോ, ഇതെന്താ? എന്താ? ഒരു വാരിയല്ല കാണുന്നില്ലല്ലോ. അയ്യോ, അതെ, ഞാൻ ഒരു സ്വർണം കിടക്കുമ്പോ ഒരു മന്ത്രവാദി ഒന്ന് ഊരിയെടുത്ത് സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപം ഉണ്ടാക്കി. എന്നിട്ട് അവൾക്ക് ജീവൻ കൊടുത്ത് എന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. എന്നിട്ട് എവിടെ? എന്നിട്ടോ? എവിടെന്നോ? ആ സുന്ദരിയോ? ഇവിടെ. ഡോക്ടർ എന്താ ആലോചിക്കുന്നത്? ഞാൻ പെട്ടെന്ന് ചില പഴയ ഓർമ്മകളിലേക്ക് വീണുപോയി. അപ്പോൾ ചിലപ്പോഴൊക്കെ ഡോക്ടർ സ്വയം വേദനിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് അല്ലേ? വേദന എന്റെ കൂടപ്പിറപ്പാണ് വിജയൻ. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മറ്റൊരാളോട് പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടില്ലേ? ദുഃഖത്തിൽ സഹതപിക്കാനല്ലേ മറ്റുള്ളവർക്ക് കഴിയൂ. സ്നേഹിക്കുന്നവർ തമ്മിൽ സന്തോഷം പങ്കുവെക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുഃഖവും പങ്കുവെച്ചൂടെ? എല്ലാം ഞാൻ പറയാം. ചെറുപ്പത്തിലെ എന്റെ അമ്മ മരിച്ചു. എല്ലാമായി എന്റെ അച്ഛൻ ആ വേദന പോലും അറിയിക്കാതെ എന്നെ താലോലിച്ച് വളർത്തി. ഒരു ഡോക്ടറായതിനു ശേഷം ആർഭാടപൂർവ്വം വിവാഹവും നടത്തി. ഡോക്ടർ വിവാഹിതയാണോ? അപ്പോൾ ഭർത്താവ്? എന്റെ ഭർത്താവ് ഒരു പൈലറ്റ് ഓഫീസറായിരുന്നു. സ്നേഹം എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സ്നേഹം ദീർഘനാൾ അനുഭവിക്കാൻ വിധി എന്നെ അനുവദിച്ചില്ല. ഒരു വിമാന അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരിച്ചുപോയി. ആ ഷോക്കിൽ എന്റെ അച്ഛനും മരിച്ചുപോയി. എന്ത് പറഞ്ഞ് ഡോക്ടറെ ആശ്വസിപ്പിക്കണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരാശ്വാസം കിട്ടുന്നത് പോലെ അനുഭവപ്പെടുന്നു. എന്റെ ദുഃഖകഥകൾ പറഞ്ഞ് ഞാൻ വിജയനെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം. കാണുമ്പോഴുണ്ടാവുന്ന സന്തോഷത്തിന് വേണ്ടിയെങ്കിലും. എത്ര നാളായി കണ്ടിട്ട്? വിനോദ് എന്താണ് ഈയിടെ കോളേജിൽ വരാത്തത്? എന്റെ അച്ഛൻ മരിച്ചുപോയി. അതൊരു വെറും മരണമായിരുന്നില്ല, കൊലപാതകമായിരുന്നു. എന്നിട്ട് പോലീസ് പരാതിപ്പെട്ടില്ലേ? എന്റെ അച്ഛനെ കൊന്നവനോട് ഞാൻ തന്നെ പകരം ചോദിക്കും. വിനോദ്, പഴയതുപോലെ നിനക്കെന്നെ എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരില്ല. നീ വിഷമിക്കരുത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞങ്ങളുടെ സ്കൂളിന്റെ വാർഷികം അടുത്ത ആഴ്ചയാണ്. അതിന് ഡോക്ടറെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. അതിനെന്താ?
ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇത് മിസ്റ്റർ വിജയൻ. ഇവരിവിടെ അടുത്തുള്ള ബ്ലൈൻഡ് സ്കൂളിലെ ടീച്ചേഴ്സാണ്. ഓഹോ, വിജയനാൽ കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കണം. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യാം. ഞങ്ങളുടെ പൊതുസമ്മേളനത്തിൽ ഡോക്ടറെയാണ് അധ്യക്ഷയായി ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നെയോ? എന്നെക്കാൾ നല്ല ഒരാളെ അധ്യക്ഷനായി ഞാൻ നിങ്ങൾക്ക് തരാം മിസ്റ്റർ വിജയൻ. അയ്യോ ഡോക്ടർ, ഒന്നും പറയണ്ട. അടുത്ത ഞായറാഴ്ച സ്കൂളിൽ എത്തിയാൽ മാത്രം മതി. സുഹൃത്തുക്കളെ, കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില മനസ്സിലാക്കാത്തവരാണ് നമ്മൾ. കണ്ണില്ലാത്തവരുടെ വേദന കാണാനുള്ള കണ്ണുകൾ പോലും നമ്മൾ പലർക്കുമില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് അടച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ഈ സ്ഥാപനത്തിലെ കുട്ടികളുടെ ക്ഷേമനിധിയിലേക്ക് എന്റെ ഒരു എളിയ സംഭാവനയായി 1,00,000 രൂപ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും വെളിച്ചം കാണാൻ സാധിച്ചാൽ ഞാൻ കൃതാർത്ഥനാണ്. ഇത് സ്വീകരിക്കണമെന്ന് മദർ സുപ്പീരിയറിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി അംഗവൈകല്യം വന്ന കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു കലാപ്രകടനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. കളഞ്ഞു പോയ കൗമാരം ഇന്നെന്റെ ഓർമ്മയിൽ തിരയുന്നു, ഇന്നെന്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു. പോയ കൗമാരം ഇന്നെന്റെ ഓർമ്മയിൽ തിരയുന്നു, ഇന്നെന്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു. ഇലഞ്ഞികൾ പൂക്കുന്ന ഗ്രാമത്തിലോ നിഴലിന്മേൽ നിഴൽ വീഴും നഗരത്തിലോ, ഇലഞ്ഞികൾ പൂക്കുന്ന ഗ്രാമത്തിലോ നിഴലിന്മേൽ നിഴൽ വീഴും നഗരത്തിലോ, എവിടെയോ എവിടെയോ മിഴികളിലൊരു തുള്ളി വെളിച്ചത്തിനായി വഴിപാട് ഹോമിച്ച നടക്കാവിലോ, മിഴികളിലൊരു തുള്ളി വെളിച്ചത്തിനായി വഴിപാട് ഹോമിച്ച നടക്കാവിലോ, മനസ്സിന്റെ വീണയിൽ അപസ്വരം മീട്ടുവാൻ മടിക്കാത്ത കാലത്തിൻ മടിത്തട്ടിലോ, എവിടെയോ കളഞ്ഞു പോയ കൗമാരം ഇന്നെന്റെ ഓർമ്മയിൽ തിരയുന്നു, ഇന്നെന്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു.
മറക്കുവാൻ കഴിയാത്ത ബന്ധങ്ങളും മരിക്കാത്ത വാചാല നിമിഷങ്ങളും മറക്കുവാൻ കഴിയാത്ത ബന്ധങ്ങളും മരിക്കാത്ത വാചാല നിമിഷങ്ങളും കൊതിയോടെ ഒരു നോക്കു കണി കാണുവാൻ തുടിക്കുന്ന ഹൃദയത്തിൻ വഴിവക്കിലോ എവിടെയോ കളഞ്ഞു പോയ കൗമാരം ഇന്നെന്റെ ഓർമ്മയിൽ തിരയുന്നു, ഇന്നെന്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു. ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? അങ്ങേരെങ്ങാനും വന്നാൽ പിന്നെ ഇവിടെ കിടക്കപ്പുറതി ഉണ്ടാവില്ല. ആ കേവം വന്നിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാ? നിന്റെ അടുത്ത് ഞാനില്ലേ? മാലതിക്ക് എന്താ വേണ്ടേ? വിജയൻ ഓർഡർ ചെയ്തോളൂ. സാൻഡ്വിച്ചസ്, ഐസ്ക്രീം ആൻഡ് കോഫി. ഐസ്ക്രീമാണ് എനിക്കിഷ്ടമെന്ന് വിജയൻ എങ്ങനെ മനസ്സിലാക്കി? കുറച്ചു കാലത്തെ പരിചയമുള്ളെങ്കിലും മാലതിയുടെ ഇഷ്ടങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ചുള്ളൂ. ചേട്ടാ, ഇതാണ് ഞാൻ പറയാറുള്ള ഡോക്ടർ മാലതി, എന്റെ അനിയത്തി രേവതി. എന്റെ ഏക സമ്പാദ്യം ഇവളാണ്. എന്റെ ചേട്ടൻ ഒരു പാവാണ് കേട്ടോ. പക്ഷെ അനിയത്തെ പറ്റി പറയുമ്പോൾ ചേട്ടൻ 7 നാക്കാണ്. ഡോക്ടറെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെയാ. അതിരിക്കട്ടെ, രേവതി ഇതുവരെ എന്റെ വീട്ടിലൊന്നും വന്നിട്ടില്ലല്ലോ. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നു, പോരെ? ഇനി വരാതിരിക്കാൻ പറ്റില്ലല്ലോ.